തിരശീലയിലെ ഒളിമങ്ങാത്ത സൗന്ദര്യം. സിൽക്ക് സ്മിത ഓർമ്മയായിട്ട് 28 വർഷം. ദാരിദ്ര്യം കൊണ്ട് പഠനം നിർത്തേണ്ടി വന്ന ആളാണ് സ്മിത. യഥാർത്ഥ നാമം വിജയലക്ഷ്മി എന്നായിരുന്നു. ആന്ധ്രാപ്രദേശിലെ എല്ലൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്നതാണ് വിജയലക്ഷ്മി. അക്കാലത്ത് തെന്നിന്ത്യൻ സിനിമയുടെ തന്നെ കേന്ദ്രമായിരുന്ന മദുരാശിയിലെ കോടമ്പക്കത്ത് എത്തി. 1979 വണ്ടിച്ചക്രം എന്ന തമിഴ് ചിത്രത്തിലെ സിൽക്ക് എന്ന കഥാപാത്രമാണ് കരിയർ ബ്രേക്ക് ആയത്. സ്മിതയുടെ സാന്നിധ്യം പിന്നീടുള്ള സിനിമകൾ മിനിമം ഗ്യാരണ്ടി കൊടുക്കുന്ന ഒന്നായി തന്നെ മാറുകയാണ് ഉണ്ടായത്. സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളിൽ പോലും സിൽക്ക് സ്മിത ഒരു അഭിവാജ്യ ഘടകമായി മാറി. ഒരു ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോലും സിൽക്ക് സ്മിത അന്ന് വാങ്ങിയിരുന്നത് അതത് ചിത്രങ്ങളിലെ നായികമാർ വാങ്ങുന്നതിലും അധികം പ്രതിഫലമായിരുന്നു. 1.5 പതിറ്റാണ്ടുകാലം സിൽക്ക് സ്മിത ഇന്ത്യൻ സിനിമയ്ക്ക് പ്രിയപ്പെട്ടവളായി മാറി. മാദകത്വമുള്ള ശരീരം കൊണ്ടുള്ള അനായാസമായ ചുവടുകളും കണ്ണിലെ തീ കൊണ്ടും തിരശീലയിൽ തീ പൊഴിച്ച സ്മിത 17 വർഷം കൊണ്ട് ചെയ്തു തീർത്തത് 450-ലധികം സിനിമകളാണ്. കടിച്ച ആപ്പിളിന് പോലും പൊന്നും വിലയിട്ട തരത്തിലുള്ള ഒരു ആരാധനാ കൂട്ടം മറ്റൊരു താരത്തിനും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സ്വയം മരണം തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ചുറ്റും തടിച്ചുകൂടാൻ ആരും ഉണ്ടായിരുന്നില്ല. 36-ാം വയസ്സിലായിരുന്നു അത്. 1996 സെപ്റ്റംബർ 23 കോടമ്പക്കത്തെ തന്റെ വസതിയിലാണ് സ്മിതയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണ് അത് എന്ന് വിവിധ പരിശോധനകൾ തെളിയിച്ചു. പക്ഷേ എന്തിന് എന്ന വലിയ ചോദ്യത്തിനുള്ള തൃപ്തികരമായ ഉത്തരം ഉണ്ടായിരുന്നില്ല അന്നും ഇന്നും. സിൽക്ക് സ്മിതയുടെ ഡേറ്റിനായി ക്യൂ നിന്നവരും അവരുടെ ചിത്രങ്ങൾ ആദ്യ ദിനം തന്നെ തിയേറ്ററിൽ ഇരച്ചു കയറി കാണാൻ വേണ്ടി ക്യൂ നിന്നവരും ആരും തന്നെ അവർ മരിച്ചു കിടക്കുമ്പോൾ അവരെ കാണാനായി ഒരു നോക്ക് കാണാനായി എത്തിയില്ല. ഒരു അനാഥ ശവം പോലെ അവർ മദിരാശി നഗരത്തിൽ എവിടെയോ അലിഞ്ഞു ചേർന്നു. ഒരു വ്യക്തി എന്ന നിലയിലും കലാകാരി എന്ന നിലയിലും സിൽക്ക് സ്മിത പരിഗണിക്കപ്പെട്ടു തുടങ്ങിയിട്ട് അധിക കാലമായില്ല. ഹിന്ദിയിലും മലയാളത്തിലും കന്നഡയിലും അവരുടെ ജീവിതം ആസ്പദമാക്കിക്കൊണ്ട് പ്രചോദനമാക്കിക്കൊണ്ട് നിരവധി സിനിമകൾ വന്നിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്ന ആ ജീവിതം ഒറ്റ നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാനുണ്ടായ കാരണം മാത്രം ഇന്നും പ്രേക്ഷകർക്ക് അജ്ഞാതമാണ്. എന്തായാലും സിൽക്ക് എന്നത് മലയാള സിനിമയിൽ മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം തന്നെയായിരിക്കും എന്നും. നന്ദി.